അതുണ്ട്. എനിക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ എന്താണ് സിലോൺ ബേക്കേഴ്സിന്റെ ബിരിയാണി നല്ല കിടു ബിരിയാണിയായിരുന്നു. അവരുടെ മെനു ഒക്കെ അടിപൊളി മെനു ആണ്, കിടിലൻ മെനു ആണ്, ഭയങ്കര അട്രാക്ഷൻ ആണ്, ഭയങ്കര ക്രിപ്സി ആയിരുന്നു. പുറത്ത് നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ട്ടാ. ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതായത് കഴിക്കുന്നവർക്ക് കൊള്ളാം. ആൾക്കാരെല്ലാം ബെസ്റ്റ് ബിരിയാണിയാണ് ഈ കൊച്ചിയിൽ എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് അത്രയൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ വേറെ സ്ഥലത്തൊക്കെ കഴിച്ചിട്ട് ഇറച്ചി ചോറിനൊക്കെ ബീഫ് കട്ട് പീസ് കൂടുതലുണ്ട്, കട്ട് പീസ് ഉണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് കുറവാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു നല്ല സൽക്കാരിയാണ് ഇപ്പൊ കൊച്ചിയിലെ ബെസ്റ്റ് എന്നുള്ള രീതിയാണ് പറഞ്ഞത്. പക്ഷെ അതൊരു നോർമൽ റേറ്റിങ്ങിന് ഒരു ഇത് പോകുന്ന ബിരിയാണി മാത്രമേ. ഹലോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. സോ നമ്മളുള്ളത് സൽക്കാര എക്സ്പ്രസിലാണ്. ഇത് നമ്മുടെ പാരഗൺ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ, ബിരിയാണി റെസ്റ്റോറന്റ് ആണ് ആക്ച്വലി. ഇതിൽ പല ടൈപ്പ് ബിരിയാണിയും പിന്നെ മീൽസ് ഉണ്ട്. ഫേമസ് അവർക്ക് ബിരിയാണിയാണ് ആക്ച്വലി. ഞാൻ നമ്മുടെ കൊച്ചിയില് സൊമാറ്റോയിൽ ഉണ്ടായിരുന്നു ബെസ്റ്റ് ബിരിയാണി കൊച്ചി എന്ന് പറയുന്നത്. സൽക്കാരക്കാണ് ഫസ്റ്റ് കിട്ടിയേക്കണത്. വേൾഡില് ഒരു 5th പൊസിഷനാണ് ഇവർക്ക് പാരഗൺ ഗ്രൂപ്പിന് കിട്ടിയേക്കണത്, ബിരിയാണി ബെസ്റ്റ് ഫുഡ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. അറ്റ്ലസ് ടേസ്റ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അവരുടെ 5th ആണ് കിട്ടിയത്. അപ്പൊ ആ ഒരു ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. അപ്പൊ അവരുടെ മെനു ഒക്കെ അടിപൊളി മെനു ആണ്, കിടിലൻ മെനു ആണ്, ഭയങ്കര അട്രാക്ഷൻ ആണ്. അതെ, നമുക്ക് ഒരു പിള്ളേരൊക്കെ അതുണ്ടോ ഇങ്ങനെ വരച്ചു വെക്കണ ഒരു ഫീൽ, നല്ല ഭംഗി ഉണ്ടായിരുന്നു, ഭംഗി ഉണ്ടായിരുന്നു. അവർക്ക് പുഡിങ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ അതൊക്കെ നമ്മൾ പിന്നീട് ടേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നമ്മൾ സ്നാക്സ് സൂപ്പർ ആയിരുന്നു ആക്ച്വലി. നല്ല ഒരു കട്ട്ലേറ്റ്, അതെ, പല ടൈപ്പ് സ്നാക്സുകൾ നമുക്ക് മലബാർ സ്റ്റൈലിലുള്ള സ്നാക്സ് നമുക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണത് അവരുടെ കട്ട്ലറ്റ് ആണ്, ബീഫ് കട്ട്ലറ്റ് ആയിരുന്നു. ഭയങ്കര ക്രിപ്സി ആയിരുന്നു, പുറത്ത് നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ ഒരു കട്ട്ലറ്റ് ഞാൻ ഇവിടെ അടുത്തൊന്നും ഞാൻ ഇവിടെ കഴിച്ചിട്ടില്ല, അത്ര നല്ല ക്രിപ്സി ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഇറച്ചിച്ചോറാണ്. ബീഫിന്റെ ഇറച്ചിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഒരു വെറൈറ്റി ആവല്ലെന്ന് ഓർത്തിട്ടാണ് അതും കൂടെ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പൊ ഇവിടെ നമ്മള് ഇറച്ചിച്ചോറും വാങ്ങിച്ചു, പ്ലസ് ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ചു. അപ്പൊ ചിക്കൻ ബിരിയാണി ആണ് മോൾട്ടൺ വാങ്ങിയത്. അതിന്റെ ടേസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു മോൾട്ട? ടേസ്റ്റ് നോക്കുമ്പോ ഓക്കെ ആണ്, ഒരു നോർമൽ. എനിക്ക് ഭയങ്കര ഹൈപ്പായിട്ട് തോന്നിയില്ല, ബിക്കോസ് അതിനകത്ത് എനിക്ക് മസാലാസ് കൂടുതലായിരുന്നു. എനിക്ക് ഓവർ മസാലാസ് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എനിക്കറിയില്ല, ബട്ട് എനിക്ക് അത്രയും ഓവർ ഇതായിട്ട് ഫീൽ ചെയ്തു. ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അതായത് കഴിക്കുന്നവർക്ക് കൊള്ളാം, എനിക്ക് പറ്റത്തില്ല. ഞാൻ അത് അറിയാണ്ട് ഫുള്ളാണ് പറഞ്ഞത്. എപ്പോ നോക്കിയാലും ഞാൻ ഫുള്ളാണ്, ഹാഫ് പറയാൻ വിട്ടുപോയി. അപ്പൊ ഹാഫ് ഉണ്ടാവും, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിക്കണ അനുസരിച്ചിട്ട് വാങ്ങണമായിരിക്കും. ഹാഫ് ഉണ്ടാവും, നമ്മള് ചോദിച്ചുമില്ലായിരുന്നു. സോ ആ ബിരിയാണിയിൽ അതിന്റെ അകത്ത് വരുന്ന പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ ഒരു പിക്കിളും ഉണ്ടായിരുന്നു. ആ പിക്കിളിനെ എന്ത് പറയണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ പിക്കിള് എങ്ങനെ ഉണ്ടായിരുന്നു? പിക്കിൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. അത് ഭയങ്കര വാട്ടറി ആയിട്ടിരുന്നു, അതായത് ഡേറ്റ്സ് ഒക്കെ കൂടി ഇട്ടിട്ടാണ്. അപ്പം അതിനകത്ത് വിനീഗർ കൂടിയതാണോ എന്തോ എനിക്കറിയില്ല, ഒരു ഫീല് വന്നില്ല നമുക്ക് കഴിക്കാനായിട്ടുള്ള. അതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ല, അത് വന്നില്ല. അതിന്റെ സലാഡ് നല്ല ഒരു സലാഡായിരുന്നു, സലാഡ് ഇത് നല്ലതായിരുന്നു. അതിട്ട് കഴിക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റും നല്ല ഫ്ലേവേർഡ് ഒക്കെ തന്നെയാണ്. ഇതാണ് പറഞ്ഞത്, ഭയങ്കരമായിട്ട് ലിക്വിഡ് ആയിട്ടിരുന്നുള്ള മറ്റേ പിക്കിളായിരുന്നു പറഞ്ഞത് അല്ലെ. അത് സാധാരണ ഡേറ്റ്സിന്റെ തരുന്നതാണ്, പക്ഷെ അതിന്റെ ഒരു വാട്ടർ കണ്ടന്റ് അത് ശരിക്കും അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ പിക്കിള് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോ ബിരിയാണിയിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്, നല്ലൊരു ബിരിയാണി ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. സോ അടുത്തത് ഞാൻ ഓർഡർ ചെയ്തത് പറഞ്ഞില്ലേ ഇറച്ചിച്ചോറാണ്. അപ്പോ ഇതാണ് അതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇറച്ചിച്ചോറിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു ഇതുമില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആണ്. പക്ഷെ ചെറിയ ചെറിയ പീസ് ബീഫാണ് നമുക്ക് ഇറച്ചിച്ചോറ് കിട്ടിയത്. നോർമലി ഇറച്ചിച്ചോറിൽ അങ്ങനെയാണ്, പക്ഷെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഇല്ല. ബീഫ് ആകെ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ ഇറച്ചിച്ചോറിലുള്ളത്. പിന്നെ വേറെ സ്ഥലത്തൊക്കെ കഴിച്ചിട്ട് ഇറച്ചിച്ചോറിനൊക്കെ ബീഫ് കട്ട് പീസ് കൂടുതലുണ്ട്, കട്ട് പീസ് ഉണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് കുറവാണ്. നമുക്ക് അതിന്റെ കൂടെ പപ്പടം തന്നായിരുന്നു. പപ്പടം അത് കട്ട് ചെയ്തുള്ള പപ്പടമായിരുന്നു, മുളകൊക്കെ ഇട്ട്. അതൊരു നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ, നല്ലൊരു പോസിറ്റീവ് നമുക്ക് കൊടുക്കാവുന്ന ഒരിതാണ്.
ടേസ്റ്റ് ചെയ്താണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനൊന്ന് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ആള് ബിരിയാണിനകത്ത് മുട്ട തപ്പി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവരും മുട്ട സെർവ് ചെയ്യുന്ന ഒരു ബിരിയാണി. ചിലയിടത്ത് ബിരിയാണിയിൽ മുട്ട ഉണ്ടാറില്ല. ഇതിനകത്ത് 2 പീസ് ചിക്കനും ഒരു എഗ്ഗും കൂടിയാണ് വരുന്നത്. അപ്പൊ അതാണ് വരുന്നത്. പിന്നെ ഇറച്ചോറ് ഞാൻ ക്വാണ്ടിറ്റി ഞാൻ എന്തായാലും തീർക്കും. അത് എന്തായാലും എന്റെ ഫേവറേറ്റ് ആയിരുന്നു, ഞാനത് തീർക്കോട്ടോ. അതാണ് ഇത് എന്റെ കണ്ടില്ലേ പ്ലേറ്റ് കണ്ടില്ലേ, ആളുടെ പ്ലേറ്റ് മതിയായി, ബോറടിക്കണമെന്ന് തോന്നുന്നു. യെസ്, അതായത് എനിക്ക് മസാലസ് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ആ സൈഡിൽ മസാല അങ്ങനെ വെച്ചിരിക്കുന്നത്. അതിനകത്തൊക്കെ ലാസ്റ്റ് വന്ന് ഭയങ്കര മസാലയായിരുന്നു. സോ നമ്മ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പുഡിംഗ് ആണ് ഒന്ന് ട്രൈ ചെയ്തത്. മറ്റേ കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ആണ്. അത് ആസ് യൂഷ്വൽ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അത് നല്ലൊരു എന്താണ് ജെല്ലി ടൈപ്പ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു സ്റ്റൈലിലേ വരുള്ളൂ. എന്നാലും അവര് നല്ലോണം അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ. ഞാൻ പക്ഷെ ആദ്യമായിട്ട് അതിനകത്തൊരു ചെറി വെച്ച് കാണുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലേ. മീൻസ് കഴിക്കുന്നത് ഇങ്ങനെ നോർമൽ ആയിട്ടാണ് കിട്ടുന്നത്. ഇത് അവര് സ്പെഷ്യൽ ചെറിയൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഓവർ സ്വീറ്റ് അല്ല, ലൈറ്റ് ആയിട്ടാണ്. സോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കണ ഇതാണ് നമ്മൾ കാണിച്ചത്. ഫുഡിനെ പറ്റി റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നല്ല ഫുഡാണ്, എന്നാലും ഹൈപ്പ് ആൾക്കാർ ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിലെ ബെസ്റ്റ് ബിരിയാണിയാണ് ഈ കൊച്ചിയിലെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് അത്രയൊന്നും തോന്നിയില്ല കേട്ടോ സർക്കാരിൽ അത്ര. നോർമൽ ഒരു ബിരിയാണി ഓക്കെയാണ്, ബോറല്ല, നല്ല ബിരിയാണിയാണ്. അന്ന് ആ ഒരു ഇത് പറയാം. പക്ഷെ അത്ര വലിയ ആണെന്ന് പറയാം. എല്ലാം നല്ല തന്നെയാണ്, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇത് കുഴപ്പമില്ല. പിന്നെ ബിരിയാണിക്ക് മസാല കുറച്ച് കൂടുതലായിരുന്നു അല്ലേ. അതുകൊണ്ട് എനിക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ എന്താണ് സിലോൺ ബേക്കേഴ്സിന്റെ ബിരിയാണി നല്ല കിടു ബിരിയാണിയായിരുന്നു. പക്ഷെ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. നമ്മൾ അടുത്ത് തന്നെ നമുക്കത് ഇടാട്ടോ. ഒന്ന് ഇതിട്ട് കഴിഞ്ഞ് നമുക്ക് നോക്കാന്ന് ഓർത്തായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു നല്ല സർക്കാരിയാണ് ഇപ്പൊ കൊച്ചിയിലെ ബെസ്റ്റ് എന്നുള്ള രീതിയാണ് പറഞ്ഞത്. പക്ഷെ അതൊരു നോർമൽ റേറ്റിങ്ങിന് ഒരു ഇത് പോകുന്ന ബിരിയാണി മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇറച്ചിച്ചോറിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി ഇല്ല, കുറവാണ്. 2-3 എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷെ ഫുഡിന്റെ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇറച്ചി ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന നോർമൽ ചോറിൽ മിക്സ് ചെയ്തിട്ടാ, ഇതങ്ങനെയല്ലായിരുന്നു. ബിരിയാണി റൈസിലാണ് ഇട്ടത്. അത് ചെറിയ ചെറിയ മറ്റേ ജീരകശാല അരി ആ ഒരു ഇതിലാണ് ബിരിയാണി ഇറച്ചിച്ചോറ് കിട്ടിയത്. സോ അത് നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു ഇതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആകെയുള്ളത് ബീഫ് കുറവായിരുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പീസ് ഇല്ലായിരുന്നു, പീസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓവറോൾ നല്ലതാണ്. പിന്നെ നമ്മൾ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റാർഡ് ആണ്, കാരമൽ കസ്റ്റാർഡ്. അതും നല്ല ഒരു ഇതായിരുന്നു, നോർമലായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ റിവ്യൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. ബൈ. Bye.